ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് ആക്സിഡൻറ്റ് പറ്റിയിട്ട് എനിക്ക് 15ാമത്തെ ദിവസമാണ്. പക്ഷെ എനിക്ക് വീട്ടിൽ എന്തോ കട്ടി പണികളൊന്നും എടുക്കാനുള്ള ഒരു ഇതായിട്ടില്ല. തുണി കഴുകുന്ന ജോലികൾ, പാത്രം കഴുകുന്ന ജോലികൾ, അങ്ങനെ കുക്ക് ചെയ്യുന്ന ജോലികളൊന്നും ആയിട്ടില്ല. പക്ഷെ എന്തോ ഭാഗത്തിന് നല്ലൊരു തിരുവാതിര കളിക്കാൻ എനിക്ക് പറ്റി. തിരുവാതിര കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് വീണ്ടും ഇന്നാളെ ഇങ്ങനെയായി ആ ഒരവസ്ഥയിലാണ്. അപ്പം അമ്മ ഒന്നാണ് ഇപ്പം ജോലികളെല്ലാം ചെയ്യുന്നത്. തുണിയെല്ലാം കഴുകിയിട്ട് ഇപ്പം പാത്രം കൈക്കൊണ്ട് കൊടുക്കണം. പൂച്ചയായിട്ട് സംസാരിക്കുന്ന കേൾക്കുന്നത് കണ്ടോ? ചേച്ചിമാരെയൊക്കെ നോക്കിക്കോണേ കേട്ടാ, ചേച്ചിമാരെ നോക്കിക്കോണേ, മോള് നോക്കിക്കോണേ കേട്ടോ. പിന്നെ പാലാട്ട് നല്ലത് പൊന്ന് നോക്കണേ ചേച്ചിമാരെ കേട്ടാ, നോക്കിക്കോണേ. ഞാൻ കരുതി വല്ല പൂച്ചയോ അങ്ങനായിരിക്കും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ ആ പട്ടീനെ കണ്ടത്. ഞാൻ പട്ടിയെ വളർത്തതൊന്നുമില്ല കേട്ടോ. ഇത് ഗേറ്റ് വന്നിട്ടോ കയറി വന്ന പട്ടിയെ. ഇങ്ങനെ പട്ടി ലവറാ, വീട്ടിൽ കിടപ്പുണ്ട്. ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാൻ പറ്റും അമ്മ വളർത്തുന്ന പട്ടി. അമ്മ ആഹാരം വാരിക്കൊടുത്ത് വളർത്തുന്നതാണ്. പട്ടിക്കൊക്കെ വാരിയേ കൊടുക്കും. എനിക്ക് പട്ടി വളർത്തുന്ന ഇഷ്ടമല്ല. പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ സ്മെല്ലൊന്നും എനിക്ക് പിടിക്കത്തില്ല. അമ്മയൊക്കെ എടുത്ത് ഉമ്മ കൊടുക്കുന്നതൊക്കെ ഒന്ന് കാണണം. എന്തിനാ ലാലപ്പൻ വരട്ടെ. ലാലപ്പൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് റോഡിൽ പോയിട്ട് കുറച്ച് ദിവസം ഇനി ലാലപ്പൻ വാങ്ങിച്ചോളി ജോലിയൊക്കെ ചെയ്യട്ടെ. ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. നീ വീഡിയോ പിടിക്കുവാന്നല്ല പിന്നെന്തുവാ ഇത് വീഡിയോ പിടിക്കണ്ടായോ? ലൈക്ക് വിടാനാട്ടോ. ഇതെങ്കിലും പറയാനുണ്ട് ആരുടെങ്കിലും? ഒന്നും പറയാനില്ല. ആരുടെങ്കിലും പറയാണ്ട് പറയട്ടോ. നിങ്ങളുടെ പട്ടി പോകുന്നടേ ഏറ്റവും അതിന് ഇറങ്ങി പോകുന്ന പോക്ക് നോക്കിയേ. ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുന്ന നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കരുത്. എനിക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്തോ ഇതേനെ ഒന്നും പറയാനുണ്ട് പൊന്നു. അതേലും ഇവിടെ വീഴ്ച ചെയ്യാം വീണത്. എന്നിട്ട് ഒരു കുഴപ്പം പറ്റാതെ ഇങ്ങനെ ഇരിക്കുന്നു. കുറച്ചൊക്കെ ജോലി സഹായിക്കണ്ടേ? ഇവരെ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ഇവിടെ വന്നു ഞാൻ ചത്ത് കിടന്നിട്ട് പോലും തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നു. ആ രീതിയിലുള്ള കുഴപ്പമായിരുന്നു. അപ്പൊ ഇങ്ങനെ പറ്റിയിരിക്കുമ്പോ കാണിക്കണ്ടേ ജോലി? തുണി വാരി കഴുകിട്ടിട്ട് ഞാൻ വന്ന് പാത്രം എല്ലാം തേച്ച് കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുക. മിറ്റമൊക്കെ നോക്ക് അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ടോ? ഞാൻ വിചാരിച്ചിട്ടാ ഇത് ഇവക്ക് വട്ടാ. ഞാൻ പോയി കേട്ടോ. ടാറ്റാ. പാവാ, കഷ്ടം. ഇനി ഇവിടെ ജോലി ചെയ്തിട്ട് അവിടെ അമ്മ തന്നെ എല്ലാ ജോലിയും ചെയ്യുന്നത്. അമ്മേനെ അവിടെ സഹായിക്കാൻ ആരുമില്ല. മരുമക്കളൊക്കെ ഉണ്ടെന്നായിരിക്കും ഇപ്പം വീടാൻ. മരുമക്കളൊക്കെ ഉണ്ടെങ്കിലും അവരവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് അങ്ങനെ അമ്മ ചെയ്താലേ അവിടെ ചെയ്യത്തോളെന്നുള്ള രീതിയാണ് എൻ്റെത്. വീടും പച്ചറല്ല. ഞാൻ കരിയിലൊക്കെ കത്തിച്ച് കളഞ്ഞോളെ. ഓക്കെ, ടാറ്റ. ഇനി ഞാൻ പോയി കിടക്കുവാണ്. എനിക്ക് വയ്യ. ടാറ്റ. ഇനിയിപ്പോയി കിടക്കുക, നല്ലൊരു ഉറങ്ങുക. അന്തസ്. എന്തായാലും ഞാൻ റെസ്റ്റ് എടുക്കാൻ തന്നെ തീരുമാനിച്ചു ഗൈസ്. കാരണം എൻ്റെ ബോഡി നല്ല പെയിനുണ്ട്. ഈ മുറിവിൻ്റെ ഒക്കെ മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല പെയിനായി. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് നാളൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന്. വണ്ടിയിൽ നിന്ന് ഇച്ചിരി കൂടുതലായി പോകുന്ന സംശയം എനിക്കില്ലാതില്ല. ആ സമയത്ത് കാലൊക്കെ മുറിഞ്ഞിരിക്കുന്നു, കൈയൊക്കെ മുറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ മുറിവിൻ്റെ ഒരു വേദന ആയപ്പോഴത്തേക്ക് എനിക്ക് ബോഡി എവിടേക്ക് ഇടിച്ച് ചതഞ്ഞെന്നുള്ളൊരു അറിയത്തില്ലായിരുന്നു. പക്ഷെ കൂടുതലും എൻ്റെ കൈക്ക് കാണിച്ചു തരാം. കൈക്കായിരുന്നു എൻ്റെ പരിക്ക്. അതിപ്പം ചുരുങ്ങി ഒരുപാട് ചെറുതായിട്ടുണ്ട്. പിന്നെ മുട്ടയിൽ, പിന്നെ ഇവിടെയൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ദേഹത്തെല്ലാം ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്ന സമയത്ത് ഈ മുറിവിൻ്റെ വേദനയല്ലേ അതായിരുന്നു കൂടുതൽ. പക്ഷേ ഈ മുറിവെല്ലാം ഉണങ്ങിയപ്പോഴത്തേക്ക് മുട്ടിന് വരെ ഉണങ്ങിയിട്ടില്ല. എനിക്ക് ഇവിടെ വായിക്കകത്ത് സ്റ്റിച്ച് എടുപ്പുണ്ടായിരുന്നു, നീറ്റിലും ഉണ്ട്. അപ്പം ഈ ബാക്കിയുള്ള മുറിവൊക്കെ ഉണങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ബോഡി ഫുള്ള് പെയിൻ. നടുവാണെങ്കിൽ നടുവിനൊക്കെ നല്ല രീതി പറ്റിയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ഈ മുറിവൊക്കെ ഉണങ്ങിയപ്പോഴത്തേക്ക്.
മെയിനായിട്ട് അതുകൊണ്ടാകും എപ്പോഴും അങ്ങ് ഭയങ്കര ക്ഷീണവും ഉറക്കും. ഇപ്പം തിരുവാതിര കളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഒന്നും കൂടെ പക്ഷെ അത്രയും ലോങ് പോയിട്ട് പക്ഷെ നമ്മൾ പോയത് ഇരുന്നാൽ വന്നത് എങ്കിലും ഇത്രയും ദൂരം പോയതല്ലേ അപ്പം അതിൻ്റെ ഒരു ക്ഷീണം. പിന്നെ തിരുവാതിര കളിച്ചപ്പോഴും ഞാൻ നല്ല രീതിയിൽ ശരീരം അനങ്ങി തന്നെ കളിച്ചത്. എനിക്ക് അവിടെ തിരുവാതിര കളിക്കുന്ന ഒരു സമയം എത്തുമ്പോഴത്തേക്ക് എനിക്ക് ഫുള്ള് ഞാൻ ഓക്കെ ആയാണ് എനിക്കൊരു ഫീലായിരുന്നു. എന്ന് വെച്ചാൽ കാല വേദനയില്ല, കൈ വേദന, ശരീരം ഒന്നും ഒരു വേദനയില്ല. ആത്തൊരു ഇതായിരുന്നു. ഞാൻ കളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മഹാദേവനെ ഇങ്ങനെ നോക്കുമായിരുന്നു, ഇങ്ങനെ പൊങ്ങി പൊങ്ങി നോക്കുമായിരുന്നു. അതുപോലെ മഹാദേവൻ്റെ മുന്നിൽ നിന്ന് എനിക്ക് കളിക്കാൻ പറ്റി. അവസാനം ഞാൻ മംഗളം ചൊല്ലി അവസാനിപ്പിക്കുമ്പോഴും എനിക്കെൻ്റെ മഹാദേവൻ്റെ മുന്നിൽ തന്നെ സെൻറ്ററിൽ തന്നെ എനിക്ക് നിൽക്കാനായിട്ട് പറ്റി. അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞത്. ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പം ഞാൻ കിടന്ന് ഇറങ്ങട്ടെ. പിന്നെ നിങ്ങൾക്ക് ആക്സിഡൻറ്റ് വീഡിയോ മീൻസ് ആക്സിഡൻറ്റിൻ്റെ കഥ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാനത് പറയാം, സമയം പോലെ പറയാം. എങ്ങനെ പറ്റിയതാണ്, എവിടെ പോയി പറ്റിയതാണെന്നെല്ലാം ഞാൻ പറയാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഞാനൊന്നും ഇറങ്ങട്ടെ. ഇഷ്ടമല്ല.